ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും പതിവ് പോലെ UDF ആശ്രയിച്ചത് പെരും നുണകളെയാണ്. അതിലൊന്നായിരുന്നു വയനാട് ദുരന്തത്തിൽ സർക്കാർ വീട് കൊടുത്തവർ ഇപ്പോഴും വാടക വീട്ടിൽ, എന്നാൽ ലീഗ് നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസം തുടങ്ങിയെന്ന്. എന്നാൽ ശരിക്കും വാസ്തവം എന്താണ്? ലീഗ് നിർമ്മിച്ച വീടല്ലേ ഇത്? ഇവിടെ പണിയെടുക്കുന്ന ആളാണോ? അതല്ല, ഞാൻ ഇവിടെ സെക്യൂരിറ്റിയാ. ഇവിടെ താമസമുണ്ടോ ആരെങ്കിലും? താമസമായില്ല. അപ്പോ അടുത്ത മാസം 15 ആവുള്ളൂ. മതിലൊക്കെ നിർമ്മിച്ചോ? മതിൽ ചിലർ നിർമ്മിക്കുന്നുണ്ട്. അത് ലീഗിന്റെ വകയല്ല, അത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. വീടുകൾക്ക് ഒന്നിനും മതിൽ പണിത് നൽകിയിട്ടില്ല. വീടുകളിൽ കുടിവെള്ള പദ്ധതി പൂർത്തിയായിട്ടില്ല. വീടുകൾ കിട്ടിയ ദുരന്തബാധിതർ തന്നെ പണം മുടക്കി കബോർഡ് അടക്കമുള്ള ഇന്റീരിയർ വർക്കുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലീഗ് തൃക്കൈപ്പറ്റയിൽ കൈമാറി എന്ന് പറയുന്ന വീടുകളുടെ യഥാർത്ഥ ചിത്രം. ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രവൃത്തിക്കും സ്വന്തമായി പണം ചെലവഴിക്കണം എന്നാണ് ദുരന്തബാധിതരോട് ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൽ നിന്നും വാങ്ങിയ 15 ലക്ഷം രൂപയും ദുരന്തബാധിതർക്ക് ലീഗ് നൽകിയ വീടുകളുടെ ബാക്കി പണികൾക്ക് ചെലവഴിക്കേണ്ടി വരും എന്നർത്ഥം. തൃക്കൈപ്പറ്റയിൽ ദുരന്തബാധിതർക്കായി ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളാണ് എന്റെ പിന്നിലുള്ളത്. ഇവിടെ ഇപ്പോഴും ആരും താമസമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കുടുംബം പോലും താമസിക്കാത്ത ഈ വീടുകളുടെ പേരിലാണ് ലീഗും കൂട്ടരും പെരുന്നുണ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് ആയതിനാൽ അത് സ്വാലിഹായ നുണയായിരിക്കും, അല്ലേ ലീഗേറെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ സർക്കാർ ധനസഹായം വാങ്ങിച്ചു പോന്നവർക്കാണ് ലീഗും കോൺഗ്രസും വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ തുക വാങ്ങിയത് കൊണ്ട് തന്നെ അതുവരെയുള്ള 2 മാസത്തെ വാടക മാത്രമാണ് അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പോഴും അവർ താമസിക്കുന്ന വീടുകളുടെ വാടക അവർ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ദിവസേന നൽകുന്ന 300 രൂപ ആനുകൂല്യമടക്കമുള്ള പല ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നില്ലതാനും. എന്നാൽ സർക്കാർ ടൗൺഷിപ്പിൽ വീട് പണി പൂർത്തിയായിട്ടും വീട് ലഭിച്ചവർ പോലും അവിടെ വന്ന് താമസിക്കാതിരിക്കാൻ അവർ ഒരു കാരണം പറയുന്നുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും ജാതിക്കും മതത്തിനും അപ്പുറം പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹം പങ്കുവച്ചും ഒരു കുടുംബമായി കഴിഞ്ഞവർ ടൗൺഷിപ്പിൽ താമസമാക്കുന്നതും ഒരുമിച്ചാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വീട് ലഭിച്ചവർ പോലും അങ്ങോട്ട് വന്ന് താമസം മാറാത്തത്. മാത്രമല്ല, അവർ ടൗൺഷിപ്പിലേക്ക് താമസം മാറുന്നത് വരെയുള്ള അവരുടെ വാടകയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ടൗൺഷിപ്പിൽ വീട് ലഭിച്ച ഓരോ കുടുംബത്തിനും വീടുകളിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റ് ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നതിന് സർക്കാർ 1.5 ലക്ഷം രൂപ നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഡിവൈഎഫ്ഐയുടെ വക എല്ലാ വീടുകളിലേക്കും ഗൂഗിൾ സ്മാർട്ട് ടിവിയും. എന്നാൽ ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വാങ്ങിക്കേണ്ടതും ചുറ്റുമതിൽ പണിയേണ്ടതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വീട് ലഭിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ലീഗ് ഇപ്പൊ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലീഗിനെയും കോൺഗ്രസിനെയും വിശ്വസിച്ച് സർക്കാരിൽ നിന്ന് 15 ലക്ഷവും വാങ്ങിച്ച് പോന്നവർ ശരിക്കും ആപ്പിലായി എന്ന് പറഞ്ഞാൽ മതി. അക്കടി ബോധ്യപ്പെട്ടവർ വയനാട് കലക്ടറെ കണ്ട് സർക്കാർ നൽകിയ 15 ലക്ഷം രൂപ തിരിച്ചു നൽകാൻ ഞങ്ങൾക്ക് സർക്കാർ ടൗൺഷിപ്പിൽ വീട് നൽകുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞത് വയനാട് ജില്ലാ കലക്ടർ തന്നെയാണ്. പൈസ മേടിച്ചു പോയി ആരെങ്കിലും തിരികെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കും? കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെന്റിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കാനും വീടുകൾ അനുവദിക്കാനും നമ്മൾ ഗവൺമെന്റിൽ നിന്നും ഉത്തരവെടുത്തിട്ട് അവരെ വീട്ടിൽ കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയി. ഇനിയും എന്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 ലക്ഷം എടുത്തുപോയി മാഡം, എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ചു കൊടുക്കണം പറഞ്ഞിട്ട്. ഇപ്പൊ ഇത്ര നല്ല രീതിയിലെ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നോക്കി അവർ ഭയങ്കര തൃപ്തരാണ്. എന്റെ അടുത്ത് വരുമ്പോൾ തൃപ്തരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ അവർ 15 ലക്ഷം മേടിച്ച ആൾക്കാരും വീടും വേണം എന്നാണ് ഇപ്പോൾ വരുന്നത്. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പച്ച നുണകൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വയനാട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങൾ കാണിച്ചും അവരുടെ ബന്ധുക്കളുടെ കണ്ണീര് കാണിച്ചും പിരിച്ച പണം എവിടെയെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടി ഇല്ലാതായപ്പോഴാണ് പലരും ലീഗിന്റെ പ്രവൃത്തിയെ മാതൃകാപരം എന്ന് വിശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന്. ആ തൊമ്മൻ നുണകളാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. എന്നാലും ലീഗ് വിസ്മയമാണ് മക്കളെ. ആ പുണ്യജന്മമാണ് തങ്ങൾ സിന്ദാബാ, ആ പുണ്യജന്മമാണ് തങ്ങൾ സിന്ദാബാ, അല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.